മക്കൾ, അപ്പോൾ ഇതുപോലെ ഉണ്ടാകുമ്പോൾ ഓർക്കേണ്ട വിഷയം ഇതാണ്, ഇത് അമ്മയ്ക്ക് ഏൽപ്പിക്കണം. പിന്നെ നിങ്ങളെന്ത് അമ്മയ്ക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കരുത്. നിങ്ങൾക്കിത് സാക്ഷ്യം വഹിക്കുന്നതിനുള്ള അവസരമായിരിക്കും. അവിടെയാണ് നിങ്ങൾ പരാജയപ്പെട്ടു പോണത്. സൂര്യൻ തണുത്തു പോയാലും നക്ഷത്രം ചന്ദ്രൻ പ്രകാശം തന്നില്ലെങ്കിലും നക്ഷത്രങ്ങൾ വീണു പോയാലും പക്ഷേ ദൈവം നിങ്ങളെ കൈവിടത്തില്ല. അതാണ് ശില്പയോട് പറയണത്. നിനക്ക് പീഡനം ഉണ്ടാകും, സ്പോൺസർ പോകും, പക്ഷേ ഞാൻ നിന്നെ ഐ വിൽ നോട്ട് ഡിസോൺ യു. കാര്യം എന്താണ്? The Lord, അതായത് at any cost I will not disown you. Take the bread of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ അന്ത്യത്തോളം കൂടെയുള്ളവൻ. 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ പറഞ്ഞ ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ സാക്ഷ്യം വഹിച്ച് ജീവിക്കണത്. ഇനി അപ്പം തന്നെ നിന്നെ നമ്മുടെ മരിച്ചു പോയാലും നിങ്ങൾക്കറിയാമല്ലോ, അമ്മ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറഞ്ഞു പോയാലും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പരീക്ഷ എഴുതിക്കുന്ന സമയത്ത് എൻ്റെ അപ്പം മരിച്ചു പോയത്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. അക്കാലങ്ങളിൽ നമുക്ക് കുറച്ച് വിഷമവും ഭയങ്കര വേദനയൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പം പഠിപ്പിച്ചിരുന്ന പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ആ പ്രാർത്ഥിച്ചത് തന്നെയാണ് അതിനെ അതിജീവിച്ച ആ സിറ്റുവേഷൻ അതിജീവിച്ചത്. ഒറ്റക്കാണ് പോയി സെമിനാരിൽ ചേർന്നത്. ഇപ്പോഴേക്ക് മനസ്സിലായി ഞാൻ ഒറ്റക്കല്ല പോയെന്ന്. ഞാൻ ഇടയ്ക്കൊക്കെ പറയും ഒറ്റക്കാണ് പോയെന്ന്. നിക്കറൊക്കെ ഒറ്റക്ക് പോയി സെമിനാരിൽ ചേർന്ന്. ആ ഒറ്റക്കല്ല പോയത്. എൻ്റെ കൂടെ എൻ്റെ കർത്താവ് ഉണ്ടാവും തീർച്ചയായിട്ടും. എനിക്കന്ന് കർത്താവ് ഉണ്ടെന്ന് അറിയത്തില്ല, അതാണ് കുഴപ്പം. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. കാര്യം നീ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വചനമുണ്ട്. നീ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. അതായത് നമ്മളുടെ ജീവിതത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ പോലും കൂടെയുള്ള ദൈവത്തെ വിശ്വസിച്ച് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ അനുഭവവേദ്യമാകും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അച്ഛൻ മുമ്പ് പറഞ്ഞില്ലേ, പുറപ്പാടിൻ്റെ 21-23 വായിച്ചില്ലേ, ദ ലോർഡ് ഗോഡ് വിൽ ബി ദെയർ ലൈറ്റ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ, അതായത് നമ്മൾ ആദ്യം വായിച്ചത് എന്താണ്? ചന്ദ്രൻ പ്രകാശം തരത്തില്ല, നക്ഷത്രങ്ങൾ നിബന്ധിക്കും. അതൊക്കെ മത്തായി ശ്രീകാട് സുവിശേഷം അല്ലേ, 24-ാം അധ്യായം 29-ാമത്തെ വാക്യം. അപ്പോൾ സൂര്യൻ തണുത്ത് പോകാം, നക്ഷത്ര പ്രകാശം തരാതിരിക്കാം. അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എന്ത് സംഭവിക്കും? അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ്? നമ്മുടെ മാനുഷ്യവും ഭൗതികവും പദാർത്ഥമാത്രവുമായിട്ടുള്ള സപ്പോർട്ടുകൾ നഷ്ടപ്പെടുമ്പോൾ അതിന് പകരം എന്ത് സംഭവിക്കും? ദ ലോർഡ് ഗോഡ് വിൽ ബി ദെയർ ലൈറ്റ്. ദൈവമായ കർത്താവായിരിക്കും നഗരത്തിന് പ്രകാശം നൽകണത്. അതാണ് 21-23 എന്താ നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം വായിച്ചത്. ആരാണ്? ദൈവമായ കർത്താവ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മളുടെ ദൈവമായ കർത്താവ് നമ്മുടെ വിഷയം നേരിട്ട് ഏറ്റെടുക്കാൻ നേരത്താണ് നമ്മുടെ ഭൗതികമായിട്ടുള്ള സപ്പോർട്ടുകളെ ഒക്കെ സപ്പോർട്ടല്ലാതായി മാറണമെന്ന് യഥാർത്ഥ വിശ്വാസി വിവേചിച്ച് മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആൻഡ് ഫെയ്ത്ത് ഈസ് ആൻ ഇൻ്റലിജൻറ്റ് അഫെയർ. അതൊരു ഇമോഷണൽ വിഷയമല്ലേ. നമ്മൾ ഭക്തി, പ്രാർത്ഥന, വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ വെറുതെ ഇമോഷണലായിട്ടെടുത്ത് കളയും. ചുമ്മാ ഞരമ്പ് രോഗികളുടെ എന്തോ കസ്ത്രകം മസ്ത്രകം ചെയ്യാൻ കളിയാണെന്ന് വിചാരിക്കും. അതല്ല സംഭവം. ഇതിന് വളരെ ഷെയർ മാർക്കറ്റ് ചെയ്യണ പോലെ ബുദ്ധിപരവും തന്ത്രപരവും അനുഭവജ്ഞാനം കൊണ്ടും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളക്ക് കെട്ടുപോകുന്നു, സൂര്യൻ്റെ നമ്മുടെ യഥാർത്ഥ സ്രോതസ്സ്. അതുകൊണ്ട് ജീവിതം അവസാനിക്കണില്ല മക്കളെ. ഒരു വഴി അങ്ങ് അടഞ്ഞു വരുമ്പോൾ കർത്താവ് വേറെ വഴി തുറക്കുമെന്ന് ബൈബിളിലൊന്നുമില്ല. പക്ഷേ ബൈബിളിൽ അതിനേക്കാൾ വലിയ കാര്യങ്ങളുണ്ട്.
മനുഷ്യൻ്റെ പഴഞ്ചൊല്ല് പോലെയല്ല ബൈബിള്. അതൊക്കെ പറഞ്ഞ ആൾക്കാർ ചുമ്മാ വർത്തമാനങ്ങളിങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞ് കപട ആശ്വാസം നൽകും. അതൊന്നുമല്ല. കർത്താവിൻ്റെ വഴി നമുക്ക് വിശ്വാസയോഗ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് റോള്? ഇങ്ങനെ ഒരു ദിവസം ഒരു കാലത്ത് നമ്മുടെ ജീവിതം, നമ്മുടെ ഭർത്താവ് മരിച്ചു, അല്ലെങ്കിൽ ഭാര്യ മരിച്ചു, പക്ഷേ എന്താ നമ്മുടെ അല്ലെങ്കിൽ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ഇതെല്ലാം ആദ്യം അറിയണത് ആരാണ്? നിങ്ങളാണോ? ഭർത്താവ് മരിക്കുമെന്ന് ആദ്യം അറിയണത് ആരാണ്? നിങ്ങളാണോ? അല്ല, ആദ്യം അറിയണം ദൈവമല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ സൊല്യൂഷനില്ലേ? ദൈവത്തിൻ്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ടല്ലോ അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഈ മ്ലാനമതനരായി നടന്നു കഴിഞ്ഞാൽ, ഞാൻ വിധവയാണ് എന്നൊക്കെ പറഞ്ഞാൽ ചിലക്ക് വെള്ള സാരി കൊടുത്ത് നടക്കുകയല്ലേ. ഭർത്താവ് മരിച്ചില്ലെങ്കിലും വെള്ള സാരി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത് പോട്ടെ. അത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ മ്ലാനവചനം നടക്കുന്ന സുവിശേഷ വിഹിതമല്ല. മനസ്സിലായില്ലേ? എൻ്റെ കർത്താവിന് എൻ്റെ കാര്യത്തിൽ പുതിയ തീരുമാനം വരാൻ പോകുന്നു. അതുകൊണ്ടാണ് പഴയ തീരുമാനമൊക്കെ അതെടുത്ത് മാറ്റുന്നത്. പഴയതെല്ലാം എടുത്ത് മാറ്റും. അപ്പം പുതിയ തീരുമാനം വരാൻ പോകുന്നു. എന്താണ്? ദൈവം തന്നെ നേരിട്ട് എൻ്റെ കാര്യം ഏറ്റെടുക്കാൻ പോകണം. അതാണല്ലോ ഇപ്പോൾ ശില്പക്ക് സംഭവിച്ചത്. നേരിട്ട് ഏറ്റെടുത്ത് ഒരു സ്പോൺസറും ഇല്ലാതെ ഞാനാണ് നിൻ്റെ സ്പോൺസർ എന്ന്. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് നോക്കിയാൽ നമ്മുടെ മുഖത്തൊക്കെ പറഞ്ഞു, നിങ്ങൾ അപ്പനെ ഭൂമിയിൽ ആരെയും നിങ്ങൾ അപ്പാന്ന് വിളിക്കരുതെന്ന്. എന്ന് വെച്ചാൽ എന്താ കാര്യം? ഭൂമിയിൽ നിങ്ങൾ ആരെയും അപ്പാന്ന് വിളിക്കാമെന്ന് ഈശോ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ അപ്പനെ ആൻ്റെ അപ്പാന്ന് വിളിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. പിന്നെ എന്താണ്? അമിതമായ ശാശ്വത പ്രാധാന്യം കൊടുക്കരുത്. ടെമ്പററി ആയിട്ടൊക്കെ, കാര്യം ടെമ്പററി സെറ്റിൽമെൻ്റ് അല്ലേ അപ്പനും അമ്മയൊക്കെ. എല്ലാവരും ടെമ്പററി സെറ്റിൽമെൻ്റാണത്. നിങ്ങൾക്ക് ആ ഒരു പ്രാധാന്യമാണുള്ളത്. നിങ്ങൾക്ക് എന്താ വെച്ചാൽ മക്കൾക്ക് തരെ നിങ്ങൾ ടെമ്പററി സെറ്റിൽമെൻ്റ് അല്ല കൊടുക്കണത്. നിങ്ങളുടെ വിഷയത്തിൽ വന്ന വിഷയം, നിങ്ങളെ കുടുംബ പ്രാർത്ഥന ചെല്ലണ സമയത്തും കുർബാനയ്ക്കിരിക്കുന്ന സമയത്തും എൻ്റെ മക്കളോ എൻ്റെ ആടോ എൻ്റെ പശുവോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ശാശ്വതമായ പ്രാധാന്യം പശുവിന് കൊടുക്കുന്നുണ്ടെന്നാണ്. നിങ്ങൾ പാല് കുടിച്ച് തന്നെ മരിക്കും, ഒരു സംശയമില്ല. അല്ല, ഒരു ചേട്ടത്തിന് എനിക്കറിയാം. ചേട്ടത്തി എപ്പോഴൊക്കെ ഞാൻ പറയണം, ഇപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ തമാശയൊന്നും പറയാറില്ല. ഇപ്പോൾ ഭയങ്കര സീരിയസ് ആണല്ലോ, കർത്താവായിട്ടുള്ള ജീവിതമല്ലേ, നമ്മളെല്ലാവരും ഒരുമിച്ച് വല്ല ഉടമ്പെടുത്ത് ജീവിക്കണത്. പക്ഷേ ഒരു ചേട്ടത്തി എപ്പോഴും എനിക്കറിയാം. എൻ്റെ പള്ളിയിൽ പണ്ട് ഞാൻ 86, 87 കാലഘട്ടങ്ങളിൽ കൗൺസിൽ ചെയ്യുമ്പോൾ ഒരു ചേട്ടത്തി വന്നിട്ട് പറയും, എൻ്റെ അച്ഛാ എനിക്ക് കർത്താവ് തന്ന പണിയാണിത്, എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എന്താ കാര്യം അറിയാമോ? അവർക്കൊരു കൊച്ച്, രണ്ട് പെൺപിള്ളേരാണ്. അത് നല്ല മിടുക്കികളാണ്. പക്ഷേ അതുപോലെ മിടുക്കനായിട്ടുള്ള ഒരു ആൺകൊച്ചിനെ വേണം അവർക്ക്. പക്ഷേ ഇനിയും പെൺകൊച്ച് ജനിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെ അവർ കാഴ്ച അന്തിന് സൂര്യനടുത്താണ് കിട്ടുന്നത്, അവെങ്കിൽ അവിടെ ഉടമ്പടി എടുത്താണ് കിട്ടണമെങ്കിൽ അവിടെ. ഇതൊന്നുമില്ല, കൊച്ചുരസിയാണെങ്കിൽ അത് ആവശ്യം പിതാവ് നമുക്ക് കൊച്ചിനെ കിട്ടിയാൽ മതി. ഇത് ദൈവത്തിന് അറിയാം. അതാ പ്രശ്നം. നിങ്ങളുടെ ഉടമ്പടി കാര്യം പലരും വിജയിക്കാത്തതിൻ്റെ കാരണം പപ്പ ഊതിയാലും പരമൂതിയാലും ഊത്ത് കെട്ടാൽ മതി എന്ന് പറയുന്ന ഊത്ത് ക്രിസ്ത്യാനി ഇല്ലേ, അവന് ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. പപ്പ ഊതിയാൽ മതി, പരമൂതിയാലും മതി, കുഴപ്പമില്ല, എനിക്ക് ഊത്ത് കിട്ടിയാൽ മതി, എനിക്ക് ഊത്ത് കെട്ടാൽ മതി എന്ന് പറയുന്ന ആൾക്കാർക്ക് ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. എൻ്റെ കാര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിനുള്ള പ്രാധാന്യം അവിടെ വയറ്റിപ്പഴപ്പാണ് പ്രധാനപ്പെട്ടത്. അപ്പം തന്നെ പോയില്ലേ, പിടികൊടുത്തിട്ട് എന്തിനാ ചുമ്മാ മുങ്ങിക്കൊണ്ട് നടക്കണത്? പിടികൊടുത്ത് പോയില്ലേ? നിങ്ങൾ ഉടമ്പടി എടുത്താൽ പിന്നെ എൻ്റെ ദൈവം, ഞാനും ദൈവമായിട്ട് എഗ്രിമെൻ്റാണിത്. അതിനെൻ്റെ അമ്മയാണ് സാക്ഷിയായിട്ട് നിൽക്കണം, മധ്യസ്ഥയായി നിൽക്കണത്. എൻ്റെ അപ്പുറത്തൊരു പ്രാർത്ഥനയില്ല. ഇത് കഴിഞ്ഞിട്ട് മതി ബാക്കിയെന്ന് പറഞ്ഞിട്ട് ഇത് കഴിയാൻ കാത്തു നിൽക്കണം എല്ലാ കാര്യങ്ങൾക്കും. അല്ലാതെ ഇവിടെയും വന്ന് ഉടമ്പടി ചെയ്ത് അവിടെയും പോയി ഒരു നവേന കൂടി ഇവിടെയും ഒരു നവേന കൂടി ഇങ്ങനെ കറങ്ങി നടന്നാൽ കർത്താവ് നിന്നെ വട്ടം കറക്കി നിലത്തിട്ട് അടിക്കും, ഒരു സംശയമില്ല. നീ കാപട്യത്തിൻ്റെ കൈയും കാലും വെച്ച ആളാണ്. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കണം നിങ്ങൾ. എന്ത് തീരുമാനം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു ബയലാട്രൽ എഗ്രിമെൻറ്റ് പേഴ്സൺ ടു പേഴ്സണാണ്, വ്യക്തിയും തമ്മിലുള്ളതാണ്. ഇവിടുത്തെ പ്രോബ്ലം എന്താണ്? ഈ ചില സമയത്ത് കർത്താവ് പഴയ അക്കൗണ്ടെല്ലാം ക്ലോസ് ചെയ്ത് കളയും. പഴയ സൂര്യനും പഴയ ചന്ദ്രനും ഒക്കെ ക്ലോസ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ഭരണം ഏറ്റെടുക്കും. അതാണ് ദ ലോർഡ് ഗോഡ് വിൽ ബി ദ ലൈറ്റ്. ദൈവമായ കർത്താവ് തന്നെയായിരിക്കും അവരുടെ സൂര്യനും ചന്ദ്രനും വന്ന്. ഇനി അവർക്ക് സൂര്യൻ്റെ ചന്ദ്രൻ്റെ പ്രകാശം ആവശ്യമില്ല, ദൈവമായ കർത്താവ് തന്നെയായിരിക്കും സൂര്യനും ചന്ദ്രനും. ആ ശില്പ അത് കഴിയുമ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകും. ഇപ്പോൾ സംഭവമൊക്കെ സ്പോൺസറൊക്കെ ഒത്ത് റെഡിയായി ദൈവം തന്നെ ഒരു ചാനൽ കൊണ്ടുപോയി, പുതിയ ചാനൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇവളെ നേഴ്സാണ്, ഇവൾക്ക് പക്ഷേ അറിയാൻ പാടില്ലാത്ത ഒരു കോഴ്സിന് ഐസിയുവിൽ നിൽക്കണം.
ICU ഡ്യൂട്ടിയാണ്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, 24 hours നല്ല തണുപ്പായിരിക്കും. ICUവിലെ രോഗിക്ക് ബോധം ഉണ്ടാകത്തില്ല. എന്തെല്ലാം സെറ്റിൽമെൻറ്റോട് കൂടിയാണ് ICUവിൽ ആൾക്കാർ കിടക്കുന്നത്, വെൻറ്റിലേറ്ററൊക്കെ വെച്ചല്ലേ കിടക്കണത്. അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവുള്ള